ദേ മേനോൻ മുഖ്യമന്ത്രിയുടെ PR പൂക്കിത്തരം കൈയോടെ പിടിച്ചിട്ടുണ്ട്. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കൊണ്ടുവരെ പെയ്ഡ് PR ജന്മദിന ആശംസകൾ നേർന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ. എന്താണെന്നല്ലേ? ദേ നോക്കിയേ, കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയും മോഹൻലാലും പൂക്കി മുഖ്യന് ജന്മദിന ആശംസകൾ നേർന്നിരുന്നു. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ചിത്രങ്ങളാണ് ജന്മദിന ആശംസകൾ നേരാൻ വേണ്ടി ഉപയോഗിച്ചത്. ദേ ഈ കാണുന്ന രണ്ട് ചിത്രങ്ങൾ. മമ്മൂട്ടി ഒരു കറുത്ത ഷർട്ടിട്ട ചിത്രത്തിലും മോഹൻലാൽ വെള്ള ഷർട്ടിട്ടുള്ള ചിത്രം ഉപയോഗിച്ചാണ് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിക്ക് ജന്മദിന ആശംസ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റിനിടയിൽ ഒരു അക്കിടി പറ്റി. അതിൽ നിന്നാണ് ഈ PR കച്ചവടത്തെ കൈയോടെ പിടിച്ചത്. മമ്മൂട്ടിയുടെ പോസ്റ്റിലും മോഹൻലാലിന്റെ പോസ്റ്റിലും ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോകളിൽ ഒരു വാട്ടർ മാർക്ക് കിടപ്പുണ്ട്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ആനന്ദ് എസ് ലാൽ. അത് മമ്മൂട്ടിക്ക് കിട്ടിയ ഫോട്ടോയിലും ഉണ്ട്, മോഹൻലാലിന് കിട്ടിയ ഫോട്ടോയിലും ദേ അത് കാണാം. ആനന്ദ് എസ് ലാൽ എന്ന് സൈഡിൽ വാട്ടർ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? രണ്ടുപേർക്കും കിട്ടിയ ഫോട്ടോയിൽ ഒരേ പേരിലുള്ള ഒരാളുടെ വാട്ടർ മാർക്കുള്ള ദൃശ്യം വന്നു എന്നത് സ്വാഭാവികമായി തോന്നുമല്ലോ. കാരണം രണ്ടുപേർക്കും കിട്ടിയ ചിത്രത്തിൽ ഒരേ പേര് തന്നെ എന്താണ് വാട്ടർ മാർക്കായി വന്നു എന്ന സംശയം പൊതുവെ തോന്നുമല്ലോ. അങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് പരിശോധിച്ചത്. അപ്പോഴല്ലേ PR ഗുട്ടൻസിന്റെ ചുരുളഴിയുന്നത്. നമ്മുടെ ഖജനാവിലെ വലിയൊരു തുക കേരളത്തിലെ കുറെ മഞ്ഞ ഓൺലൈൻ ചാനലുകളുടെ അക്കൗണ്ടുകളിലേക്ക് കൂടി ഒഴുകാൻ പോകുന്നു എന്നതിന്റെ തെളിവ് അവിടെ ബോധ്യപ്പെടുകയാണ്. ഇനി ആരാണ് ഈ ആനന്ദ് എസ് ലാൽ എന്ന് കാണണ്ടേ? ദേ നോക്കിയേ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ആനന്ദ് എസ് ലാൽ. അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് അദ്ദേഹം എന്നുള്ളത്. ഡിജിറ്റൽ ക്രിയേറ്റർ എന്ന് വെച്ചിട്ടുണ്ട്, ആലപ്പി സ്വദേശിയാണ്, സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ് എന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് താഴെ വർക്കും സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റിന്റെ മാനേജിംഗ് ഡയറക്ടർ ആണത്രേ. ആര്? മോഹൻലാലിനും മമ്മൂട്ടിക്കും ചിത്രം എത്തിച്ച ആൾ ആരാണ്? ആനന്ദ് എസ് ലാൽ. അതെന്തിനാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തിക്ക് ജന്മദിന ആശംസകൾ നേരാൻ ഒരേ ആൾ തന്നെ രണ്ട് നടന്മാരിലേക്കും ചിത്രം അയച്ചു കൊടുക്കേണ്ട കാര്യവും അത് പോസ്റ്റ് ഇടിയിക്കേണ്ട കാര്യവും? അവിടെയാണ് നിങ്ങൾ പെയ്ഡ് PR കുറിച്ചും ലക്ഷങ്ങൾ ചിലരുടെ പോക്കറ്റുകളിലേക്ക് ഒഴുകുന്നു എന്ന് ബോധ്യപ്പെടുന്നത്. ഇനി നിങ്ങൾ ആ സ്കൈലാർക്ക് എന്റർടൈൻമെന്റ് എന്ന് ഫേസ്ബുക്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. നമുക്ക് പൊടുന്നനെ നിഷ്പക്ഷമതിയായിട്ടുള്ള ഒരു ഓൺലൈൻ പേജ് ആണെന്ന് തോന്നും. കാര്യം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, കൃത്യമായിട്ടുള്ള പെയ്ഡ് പ്രൊമോഷൻ ഉണ്ട്. ആ പെയ്ഡ് പ്രൊമോഷന് വേണ്ടി ആനന്ദ് എസ് ലാൽ നമ്മുടെ പൂക്കി മുഖ്യനുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിനകത്തൂടെ ഇദ്ദേഹത്തിന് പ്രത്യേകതരം പ്രൊമോഷൻ കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടു കാണും, സംഘപരിവാറുകാർ അവലംബിച്ച ഒരു പ്രചരണ രീതി. അതായത് കേരളത്തിലെ മസാല ഓൺലൈനുകൾ അഥവാ മഞ്ഞ ഓൺലൈനുകൾ, ഈ നടിമാരുടെ ഉൾപ്പെടെ ചില ന്യൂഡ് ഫോട്ടോ അല്ലെങ്കിൽ മസാല ഫോട്ടോ ഇട്ട് റീച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേജുകളിൽ രാഷ്ട്രീയക്കാരല്ലാതെ എല്ലാത്തരം ആൾക്കാരുടെയും ഒരു കൂട്ടം കാണും. അവരുടെ ഇടയിലേക്ക് വിദഗ്ധമായി നമ്മുടെ പൂക്കി മുഖ്യനെ പ്ലേസ് ചെയ്യാൻ ഒരു ഡീല് നടത്തുന്നുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ്. ആ പേജിൽ കയറി നോക്കുമ്പോൾ സതീശനെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് കൂടി കാണാനിടയായി. ദേ നോക്കിയേ, പിണറായിയേക്കാൾ നല്ല ഭരണാധികാരി VD സതീശൻ തന്നെയാണ്. എന്താ, ശരിയല്ലേ? നിങ്ങൾ പറയും എന്നൊരു ചോദ്യം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നാട്ടുകാരുടെ കമന്റ് എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ചിത്രം, മമ്മൂട്ടി പങ്കുവെച്ച അതേ ഷർട്ടിട്ട ചിത്രം ഇതിലും കാണുന്നു. എന്നിട്ട് പിന്നാമ്പുറത്തിൽ വേറൊരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോ ഈ ചിത്രം എവിടെ നിന്നാണ് മമ്മൂട്ടിയിലേക്ക് എത്തിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കേരളത്തിൽ ഒരു വ്യക്തി മുഖ്യമന്ത്രി ആയതിനു ശേഷം അയാൾ പ്രവൃത്തി കൊണ്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും പണമൊഴുക്കി എങ്ങനെയാണ് താൻ ഒരു സംഭവമാണെന്ന് നാട്ടുകാരുടെ ഉള്ളിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് എന്നതിന്റെ ഒരു സംഘപരിവാർ വേർഷനാണ് സതീശൻ അവലംബിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഇതിനുവേണ്ടി എത്ര ലക്ഷങ്ങൾ മാസം ആനന്ദ് എസ് ലാലിന് കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഇനി അറിയേണ്ട കാര്യമാണ്. ഒന്നുകിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ളവർ മനസ്സിലാക്കുക, VD സതീശൻ എന്ന വ്യക്തി പലയിടങ്ങളിലൂടെ പാർട്ടിക്ക് മുകളിലേക്കും നേതാക്കന്മാർക്ക് മുകളിലേക്കും വളരാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ താൻ ഒരു സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടി പല മഞ്ഞ ഓൺലൈൻ ചാനലുകളെയും വിലക്കെടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവും അവരിലൂടെ സെലിബ്രിറ്റികളെ കൊണ്ടുവരെ ജന്മദിന ആശംസകൾ PR പണിയായിട്ട് ചെയ്യിപ്പിക്കുന്ന പണി എടുക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ്. നാണമില്ലേ മിസ്റ്റർ പൂക്കി? ജനങ്ങളുടെ അംഗീകാരം ഉണ്ടാകേണ്ടത് ഇങ്ങനെയുള്ള വളഞ്ഞ വഴിയിലുള്ള പ്രവർത്തനം കൊണ്ടല്ല. മമ്മൂട്ടിയും മോഹൻലാലിനെയും കൊണ്ടുവരെ നിർബന്ധിച്ച് ജന്മദിന ആശംസകൾ നേരിക്കുന്ന ഈ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, ഒരുതരം ഊളത്തരമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പക്ഷേ നാട് മനസ്സിലാക്കണം,
എന്തോരം ലക്ഷങ്ങൾ സ്വന്തം ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി സതീശൻ പുറത്തൊഴുക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ്. ഖജനാവിലെ പണങ്ങൾ ചോരുന്നുണ്ട് എന്നതിന്റെ കൃത്യമായിട്ടുള്ള സാക്ഷ്യപ്പെടുത്തലാണിത്.